നമസ്കാരം STV ഈവനിംഗ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. തൃശൂരിലെ സ്വർണ്ണ കവർച്ച, മോഷ്ടാക്കളെത്തിയ കാറുകളുടെ നമ്പറുകൾ വ്യാജം. സ്വർണ്ണ വ്യാപാരിയിൽ നിന്ന് മോഷ്ടാക്കൾ തട്ടിയെടുത്ത സ്വിഫ്റ്റ് കാർ പുത്തൂരിന് സമീപം വർക്ക്ഷോപ്പിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതം. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നടപടി ആരോപിച്ച് പാലക്കാട് FSETO ധർണ. പശുവിന് നൽകുന്ന പരിഗണന പോലും കേന്ദ്ര സർക്കാർ മനുഷ്യന് നൽകുന്നില്ലെന്ന് ഇടത് സർവീസ് സംഘടനാ നേതാക്കൾ. സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് വാട്ടർ അതോറിറ്റി പെൻഷനേഴ്സ് കോൺഗ്രസ്. കേരളത്തിൽ പെൻഷൻ മാത്രമല്ല കുടിവെള്ളം പോലും മുടങ്ങുന്ന സ്ഥിതിയെന്ന് പെൻഷനേഴ്സ് കോൺഗ്രസ് ജില്ലാ സമ്മേളനം. കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ ലിറ്ററേച്ചർ ഫെസ്റ്റിന് പാലക്കാട് വിക്ടോറിയ കോളേജിൽ ദീപ്തമായ തുടക്കം. കലയും സാഹിത്യവും ജീവിതത്തിന്റെയും സംസ്കാരത്തിന്റെയും ഭാഗമെന്ന് പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ. ജീവിതചക്രത്തിൽ ഏറ്റവും അധികം ഓർക്കപ്പെടുന്നത് വിദ്യാഭ്യാസ കാലഘട്ടമെന്നും പെരുവനം. ഷൊർണൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ പുതിയ കെട്ടിട നിർമ്മാണം പൂർത്തിയായി. 4169 ചതുരശ്ര അടി വിസ്തൃതിയുള്ള കെട്ടിടം നിർമ്മിച്ചത് VK ശ്രീകണ്ഠൻ MP ഫണ്ടിൽ നിന്ന് അനുവദിച്ച 1 കോടി രൂപ ചെലവിൽ. ഇലക്ട്രിക്കൽ വർക്കുകൾ കൂടി പൂർത്തിയാക്കി ഉടൻ കെട്ടിടം തുറന്നു നൽകുമെന്ന് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്. വാർത്തകൾ വിശദമായി. തൃശൂരിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് മോഷ്ടാക്കൾ തട്ടിയെടുത്ത സ്വിഫ്റ്റ് കാർ പോലീസ് കണ്ടെത്തി. പുത്തൂരിനടുത്ത് ഒരു വർക്ക്ഷോപ്പിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ കാർ PG പോലീസ് കസ്റ്റഡിയിലെടുത്തു. സ്വർണം തട്ടിയെടുക്കാനായി മോഷ്ടാക്കൾ എത്തിയ കാറുകളുടെ നമ്പറുകൾ വ്യാജമാണെന്ന് വ്യക്തമായി. അന്വേഷണ സംഘം നമ്പറുകൾ പരിശോധിച്ചപ്പോഴാണ് ഇവ വ്യാജമാണെന്ന് കണ്ടെത്തിയത്. പശുവിന് നൽകുന്ന പരിഗണന പോലും കേന്ദ്ര സർക്കാർ മനുഷ്യന് നൽകുന്നില്ലെന്ന് NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടറി PP സന്തോഷ്. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നടപടികൾക്കെതിരെ FSETO പാലക്കാട് കലക്ട്രേറ്റിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു PP സന്തോഷ്. ദുരന്തമുഖങ്ങളിൽ പോലും രാഷ്ട്രീയം കലർത്തുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാരിൻ്റെതെന്നും PP സന്തോഷ് കുമാർ കുറ്റപ്പെടുത്തി. കേന്ദ്രത്തിന്റെ ജനവിരുദ്ധതയ്ക്കെതിരെ അണിനിരക്കുന്നതിനു പകരം ഉദ്യോഗസ്ഥ സമൂഹത്തിലെ ചിലർ സങ്കുചിത മനോഭാവത്തിലേക്ക് മാറിയത് അംഗീകരിക്കാനാവില്ല. കണക്കുകളിൽ സ്വാഭാവികമായി വരുന്ന പിഴവുകൾ പർവ്വതീകരിച്ച് സംസ്ഥാന സർക്കാർ വിരുദ്ധ മനോഭാവം വളർത്താനാണ് ഒരു വിഭാഗം ശ്രമിക്കുന്നതെന്നും PP സന്തോഷ് പറഞ്ഞു. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ BJPയുടെ എല്ലാ മോഹങ്ങളും തട്ടിമാറ്റിക്കൊണ്ട് ഇന്ത്യൻ ജനത വിധി എഴുതിയത് ഈ രാജ്യം ഭരിക്കേണ്ടത് ആഗോളവൽക്കരണ നയങ്ങളെ ശക്തമായി നടപ്പിലാക്കുന്ന, വർഗീയ നയങ്ങളെ ശക്തമായി നടപ്പിലാക്കുന്ന BJP അല്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. 400-ലധികം സീറ്റ് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വന്നത്. പക്ഷേ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാത്ത സാഹചര്യത്തിലേക്ക് ഇന്ത്യയിലെ ഭരണാധികാരം കൈയാളുന്ന മുന്നണിയെ ആ സാഹചര്യത്തിലേക്ക് എത്തിച്ചത് 1990-കൾക്ക് ശേഷം നമ്മുടെ രാജ്യത്ത് വളർന്നു വന്ന ട്രേഡ് യൂണിയൻ സമരങ്ങളുടെ ഫലമാണ്. അത് വളരെ KSTA ജില്ലാ സെക്രട്ടറിയും FSETO ജില്ലാ പ്രസിഡന്റുമായ MR മഹേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. FSETO ജില്ലാ സെക്രട്ടറി K മഹേഷ്, സൈദലവി, VK രാജു, PC ശ്രീനി, നൌഷാദ് അലി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരളത്തിൽ പെൻഷൻ മാത്രമല്ല കുടിവെള്ളം പോലും മുടങ്ങുന്ന സ്ഥിതിയാണെന്ന് വാട്ടർ അതോറിറ്റി പെൻഷനേഴ്സ് കോൺഗ്രസ് പാലക്കാട് ജില്ലാ സമ്മേളനം കുറ്റപ്പെടുത്തി. DCC സെക്രട്ടറി KC പ്രീത് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വാട്ടർ അതോറിറ്റിയിൽ കാലത്തിനനുസരിച്ചുള്ള ഒരു മാറ്റവും നടക്കുന്നില്ലെന്ന് സമ്മേളനം ചൂണ്ടിക്കാട്ടി. വാട്ടർ അതോറിറ്റിയിൽ ഉൾപ്പെടെ PSC വഴിയുള്ള നിയമനങ്ങൾ നടത്താതെ ഇഷ്ടക്കാരെ തിരികെ കയറ്റലാണ് നടക്കുന്നത്. ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങളും അവകാശങ്ങളും നിഷേധിക്കലാണ് സർക്കാരിൻ്റെ മുഖമുദ്രയെന്നും സമ്മേളനം ആരോപിച്ചു. ജില്ലാ പ്രസിഡന്റ് M മുസ്തഫ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അരുൺ, V അബ്ദുൾ റഷീദ്, K ഉണ്ണികൃഷ്ണൻ, മമ്മു, VV ഗോവിന്ദൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ പൂരം അലങ്കോലമാക്കിയതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് ജനങ്ങൾക്ക് വിശ്വാസയോഗ്യമായിരിക്കണമെന്ന് മുൻ മന്ത്രി VS സുനിൽകുമാർ. ADGPയുടെ റിപ്പോർട്ട് പൂർണ്ണമല്ലെന്ന വിലയിരുത്തലായിരുന്നു തുടരന്വേഷണത്തിലേക്ക് നയിച്ചത്. ആദ്യ റിപ്പോർട്ട് പുറത്തുവരണമെന്നും VS സുനിൽകുമാർ ആവശ്യപ്പെട്ടു. റിപ്പോർട്ട് തള്ളി എന്നുള്ള ഒരു വാർത്ത ഞാൻ കേട്ടിട്ടുണ്ട്. തള്ളിയതാണോ അതല്ല,
ആ റിപ്പോർട്ട് പൂർണ്ണമായ കാര്യങ്ങൾ പരിശോധിക്കാത്തത് കൊണ്ട് കൂടുതൽ വിവരങ്ങൾ വേണമെന്ന് കരുതിയതാണോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ തള്ളി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി തള്ളിയതാണോ അതല്ല ഇനി കൂടുതൽ വിവരങ്ങളാണോ എന്ന് ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം വരട്ടെ. ഏതാണെങ്കിലും ഒരു പുതിയ വിവരങ്ങൾ കിട്ടേണ്ടതുണ്ട് എന്ന് സർക്കാരിന് മനസ്സിലായ സാഹചര്യത്തിൽ എത്രയും വേഗം ഒട്ടും താമസിക്കാതെ ഈ രാഷ്ട്രീയ ഗൂഢാലോചന അടക്കമുള്ള പൂരം കലക്കിയതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ശക്തികൾ ആരാണെങ്കിലും അത് രാഷ്ട്രീയമായും വ്യക്തിപരമായും ഒക്കെ ഇടപെട്ടിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളെല്ലാം പുറത്തു വരത്തക്ക വിധത്തിലുള്ള വിശദമായ അന്വേഷണം താമസം വിന എന്ന് ഞാൻ പറയാൻ കാരണം ഇപ്പോൾ തന്നെ 5 മാസം നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. തൃശ്ശൂർ പൂരം കഴിഞ്ഞിട്ട് 5 മാസം കഴിഞ്ഞിരിക്കുന്നു. ഇനി 7 മാസം കഴിഞ്ഞ് തൃശ്ശൂർ പൂരം വരാൻ പോവാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ മറ്റ് വിശദാംശങ്ങളെല്ലാം തേടി അന്വേഷണം പുറത്തുവിടണം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടി ഉണ്ടാവണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ADGPക്കെതിരായിട്ടുള്ള അന്വേഷണങ്ങൾ ഇപ്പോൾ പലതും നടക്കുന്നുണ്ടല്ലോ, അതൊക്കെയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സർക്കാർ തീരുമാനിക്കട്ടെ. അപ്പോൾ അത് ഇതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാൻ തൃശ്ശൂർ പൂരമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലുള്ള എൻ്റെ അഭിപ്രായ പ്രകടനമാണ് ഞാൻ ഇതുവരെ നടത്തി പോന്നിട്ടുള്ളത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് പാലക്കാട് വിക്ടോറിയ കോളേജിൽ വർണ്ണാഭമായ തുടക്കം. പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ ഭദ്രദീപം കൊളുത്തി മേള ഉദ്ഘാടനം ചെയ്തു. കലയും സാഹിത്യവും സംസ്കാരത്തിന്റെയും ജീവിതത്തിന്റെയും ഭാഗമാണെന്ന് പെരുവനം കുട്ടന്മാരാർ പറഞ്ഞു. രണ്ടും പരസ്പര പൂരകങ്ങളാണ്. സമൂഹ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് സാഹിത്യവും കലയും. വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ കുട്ടികളുടെ സന്തോഷത്തിനാണ് മാതാപിതാക്കളും അധ്യാപകരും പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. സന്തോഷവും സുഖവും ഉണ്ടെങ്കിൽ മാത്രമേ സമാധാനമുണ്ടാകൂ. വിദ്യയിലൂടെ വിജ്ഞാനവും വിനോദത്തിലൂടെ വിദ്യാഭ്യാസവും നേടുക എന്നതാണ് ആപ്തവാക്യം. ജീവിതചക്രത്തിൽ വിദ്യാഭ്യാസ കാലഘട്ടമാണ് ഏറ്റവും കൂടുതൽ ഓർമ്മിക്കപ്പെടുന്നതെന്നും പെരുവനം കുട്ടന്മാരാർ പറഞ്ഞു. ഇവിടെ നടക്കുന്നത് സാഹിത്യ ഫെസ്റ്റിവലാണ്. ഞാൻ സാഹിത്യകാരനല്ല, കലാകാരനാണ്. പക്ഷേ കലയും സാഹിത്യവും സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യ ജീവിതത്തിൻ്റെ ഭാഗങ്ങളാണ്, പരസ്പര പൂരകങ്ങളാണ്. നമ്മൾ കലാകാരനായാലും സാഹിത്യകാരനായാലും സമൂഹത്തിൻ്റെ ഭാഗമാണ്. സാഹിത്യമായാലും കലയായാലും സമൂഹം നന്മയ്ക്കുള്ളതാണ്. അതുകൊണ്ട് ഈ ചടങ്ങിന് ഇവിടെ വരാൻ കഴിഞ്ഞത് എൻ്റെ മഹാഭാഗ്യമായി കരുതുന്നു. യൂണിവേഴ്സിറ്റി ചെയർപേഴ്സൺ നിത ഫാത്തിമ അധ്യക്ഷയായിരുന്നു. PC വിഷ്ണുനാഥ് MLA, സാഹിത്യകാരന്മാരായ സുധാ മേനോൻ, GR ഇന്ദുഗോപൻ, മുൻ MLA VT ബൽറാം, രാഹുൽ ഈശ്വർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ പുതിയ കെട്ടിട നിർമ്മാണം പൂർത്തിയായി. 4169 ചതുരശ്രയടി വിസ്തൃതിയിലാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. VK ശ്രീകണ്ഠൻ MP ഫണ്ടിൽ നിന്ന് അനുവദിച്ച തുക കൊണ്ടാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമുള്ള വാർഡുകൾ, ഡോക്ടർമാർക്കുള്ള മുറികൾ ഉൾപ്പെടെ വിപുലമായ സൗകര്യങ്ങളാണ് കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുള്ളത്. MP ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ സ്ഥലപരിമിതിയുള്ളതിനാൽ കിടത്തി ചികിത്സയുൾപ്പെടെ വലിയ പ്രതിസന്ധി നേരിട്ടിരുന്നു. പഴയ കെട്ടിടത്തിൽ 2 ഭാഗങ്ങളിലായാണ് കിടത്തി ചികിത്സാ വിഭാഗവും ഡോക്ടർമാരുടെ പരിശോധനാ കേന്ദ്രവും പ്രവർത്തിച്ചിരുന്നത്. ഇത് പരിഹരിക്കാനായി പുതിയ കെട്ടിടം ആശുപത്രി അധികൃതർ ആവശ്യപ്പെട്ടിരുന്നു. അടുത്ത ദിവസങ്ങളിൽ കെട്ടിടം തുറന്നു നൽകുമെന്ന് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അറിയിച്ചു. ഗവൺമെൻറ് ആശുപത്രിയിലെ MP ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർണ്ണമായിട്ടും കഴിഞ്ഞു. ഇനി അതിനകത്തുള്ളത് പമ്പിങ്ങും ഇലക്ട്രിഫിക്കേഷനുമാണ്. അതിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്കൽ സാക്ഷന് വേണ്ടി നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട്. കിട്ടിയാൽ ഉടനെ അതിൻ്റെ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അത് ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഗവൺമെൻറ് ആശുപത്രിയിൽ MP ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കെട്ടിടത്തിൻ്റെ ഇപ്പോഴുള്ള അവസ്ഥ. വരുന്നതോടുകൂടി നമുക്കൊരു നല്ല നിലയിൽ അത് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഒരു നല്ല ഹോളായിട്ട് തന്നെയാണ് കെട്ടിടുന്നത്. അപ്പോൾ നമ്മളിവിടെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി എല്ലാം യോഗം ചേർന്നുകൊണ്ട് അതുപോലെ MPയുടെ കൂടി അഭിപ്രായങ്ങളെ മുഖവിലക്കെടുത്ത് ഏത് ആവശ്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കേണ്ടത് എന്ന് നമ്മൾ പരിശോധിച്ച് ചെയ്യാമെന്നാണ് ഇപ്പോൾ വെച്ചത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പായി തറക്കല്ലിട്ട കെട്ടിടത്തിന്റെ നിർമ്മാണം 6 മാസത്തിനകം തന്നെ പൂർത്തീകരിക്കാനായെന്ന് നഗരസഭ അസിസ്റ്റന്റ് എഞ്ചിനീയർ പറഞ്ഞു.
ഇലക്ട്രിക്കൽ ജോലികൾ പൂർത്തിയാക്കുന്നതിന് ദർഗാസ് നടപടികളും ആരംഭിച്ചു. നിലവിൽ പ്രതിദിനം 300-ലധികം രോഗികളാണ് ആശുപത്രിയിൽ എത്താറുള്ളത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. നോട്ടീസ് നൽകിയിട്ടും പൊളിച്ചുമാറ്റാത്ത കെട്ടിടങ്ങൾ പാലക്കാട് നഗരസഭ സ്വന്തം ചെലവിൽ പൊളിച്ചുമാറ്റി. മഞ്ഞക്കാട് പള്ളി ഭാഗത്തെ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നഗരസഭ പൊളിച്ചു നീക്കിയത്. പൊതുസ്ഥലം കയ്യേറി ഗതാഗതത്തിന് തടസ്സമാകുന്ന വിധം നിർമ്മിച്ച കെട്ടിടങ്ങളാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ പൊളിച്ചുമാറ്റിയത്. പൊതുസ്ഥലം കയ്യേറി മുറികൾ കെട്ടി വാടകയ്ക്ക് നൽകുന്ന സംഭവത്തിലാണ് നഗരസഭയുടെ നടപടി. നഗരപാലിക നിയമം മറികടന്ന് നിരവധി കെട്ടിടങ്ങളാണ് നഗരത്തിൽ നിർമ്മിച്ചിട്ടുള്ളത്. കെട്ടിട നിർമ്മാണ പെർമിറ്റ് നിയമങ്ങളെ വളച്ചൊടിച്ചും ദുരുപയോഗം ചെയ്തും ചില ഉദ്യോഗസ്ഥരുടെ പിന്തുണയോടെ അനധികൃത നിർമ്മാണത്തിന് അനുമതി നേടുന്നവരും ഏറെയാണ്. ഇത്തരം സംഭവങ്ങളിൽ ശക്തമായ നടപടിക്കാണ് നഗരസഭ ഒരുങ്ങുന്നത്. ഇതിന്റെ തുടക്കമെന്ന നിലയിലാണ് നോട്ടീസ് നൽകിയിട്ടും പൊളിച്ചുമാറ്റാത്ത കെട്ടിടങ്ങൾ നഗരസഭ സ്വന്തം ചെലവിൽ പൊളിച്ചുമാറ്റിയത്. മഞ്ഞക്കുളം പള്ളി ഭാഗത്തെ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ആദ്യഘട്ടത്തിൽ പൊളിച്ചത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സ്വച്ഛതാ ഹി സേവ ശുചിത്വ യജ്ഞത്തിന്റെ ഭാഗമായി പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ ശുചീകരണം തുടരുന്നു. പട്ടാമ്പി തൃത്താല മേഖലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുമുള്ള NSS യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. സ്വച്ഛതാ ഹി സേവ ശുചിത്വ യജ്ഞത്തിന്റെ ഭാഗമായാണ് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലും പരിസരത്തും വിപുലമായ ശുചീകരണ പ്രവൃത്തികൾ നടക്കുന്നത്. റെയിൽവേ സ്റ്റേഷൻ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പട്ടാമ്പി തൃത്താല മേഖലകളിലെ വിവിധ വിദ്യാലയങ്ങളിലെ NSS യൂണിറ്റ് അംഗങ്ങളുടെ സഹകരണത്തോടെയാണ് ശുചീകരണം നടക്കുന്നതെന്ന് സ്റ്റേഷൻ സൂപ്രണ്ട് EK ബാബു പറഞ്ഞു. ഭാരതത്തിലുടനീളം സ്വച്ഛതാ ഹി സേവ എന്ന സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാമായിട്ട് വിവിധ സംസ്ഥാനങ്ങളോട് ചേർന്നുകൊണ്ട് നടത്തുന്ന ശുചിത്വ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ടാണ് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ശുചീകരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. നമ്മൾ സെപ്റ്റംബർ 17-ാം തീയതി ആരംഭിച്ച ശുചിത്വ യജ്ഞം ഒക്ടോബർ 2 വരെ നീളുന്നതാണ്. ഈ 15 ദിവസങ്ങളിൽ വിവിധ സ്കൂളുകളിലെ, വിവിധ കോളേജുകളിലെ, വിവിധ സംഘടനകളിലെ വളണ്ടിയേഴ്സ് ഇവിടെ വന്ന് റെയിൽവേ സ്റ്റേഷൻ ശുചീകരിക്കുന്ന യജ്ഞത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ശുചീകരണ പ്രവൃത്തികൾ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനം വരെ നീണ്ടു നിൽക്കും. ഈ മാസം 17-നാണ് ശുചീകരണം ആരംഭിച്ചത്. സ്റ്റേഷൻ മാസ്റ്റർമാരായ NV ദീപ്തിമോൾ, നീനു ജോസ്, മേടത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS കോർഡിനേറ്റർ T മുഹമ്മദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പ്രവാസികളുടെ പുനരധിവാസത്തിന് പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ. അനങ്ങനടി ശിഹാബ് തങ്ങൾ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് ഗ്ലോബൽ KMCC അനങ്ങനടി പഞ്ചായത്ത് കമ്മിറ്റി സംഭാവന ചെയ്ത ആംബുലൻസിന്റെ സമർപ്പണ ചടങ്ങിൽ താക്കോൽദാനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സൊസൈറ്റി ചെയർമാൻ K അബ്ദുൽ സലാം മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഗ്ലോബൽ KMCC അനങ്ങനടി പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ MP അബ്ദുൾ റസാഖ് മൗലവി ആമുഖ പ്രഭാഷണം നടത്തി. സൊസൈറ്റി അംഗത്വ വിതരണ ക്യാമ്പയിൻ ഉദ്ഘാടനം അനങ്ങനടി ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ OK മൊയ്തുവിന് മെമ്പർഷിപ്പ് നൽകി ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് മരക്കാർ മൗലവി നിർവഹിച്ചു. യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് PP അൻവർ സാദത്ത് മുഖ്യപ്രഭാഷണം നടത്തി. കോതക്കുർസിയിലെ ഡ്രൈവർമാരുടെ കൂട്ടായ്മ സമാഹരിച്ച ചാരിറ്റി ഫണ്ട് P അബ്ദുൾ റഹ്മാൻ ഏറ്റുവാങ്ങി. സൊസൈറ്റി കൺവീനർ P ഉണ്ണീൻകുട്ടി മാസ്റ്റർ സ്വാഗതവും ട്രഷറർ KK സിദ്ദിഖ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ ICDSന്റെ നേതൃത്വത്തിൽ പോഷൻ മാസാചരണത്തിന്റെ ഭാഗമായി ഭക്ഷ്യ പ്രദർശനമേള സംഘടിപ്പിച്ചു. ഭക്ഷ്യമേള മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S അനിത ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് മുട്ടയും ചിക്കനും അങ്ങനെ പുതിയ ഐറ്റംസ് ആയിട്ടുള്ള സാധനങ്ങളാണ് എല്ലാവർക്കും ഇഷ്ടം. പക്ഷെ അതിൽ നമുക്ക് വേണ്ടതായിട്ടുള്ള പോഷക ഗുണമുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് കുട്ടികളും അറിയുന്നില്ല, രക്ഷിതാക്കളായ നമ്മളും അറിയുന്നില്ല. നമുക്കും എന്താണെന്ന് പറഞ്ഞാൽ പണിയെടുക്കുന്നതിന് എളുപ്പം വേഗം വാങ്ങിയ നമ്മുടെ കുട്ടികൾക്കും കൊടുക്കാൻ നമുക്കും പണിയെടുക്കേണ്ടത് ആ ഒരു രീതിയിലേക്ക്, അതായത് ഇന്നത്തെ ജീവിത സാഹചര്യമാണ് നമ്മൾ അങ്ങനെ എത്തിച്ചത്. അപ്പോൾ ആ നിലയിലേക്ക് നമ്മൾ ഓരോ ആളുകളും മാറി. പക്ഷേ അംഗൻവാടി ജീവനക്കാർ തയ്യാറാക്കിയ മായം കലരാത്ത ഭക്ഷ്യപദാർത്ഥങ്ങളാണ് മേളയിൽ ഒരുക്കിയത്. പരിപാടിയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗങ്ങളായ VM അൻവർ സാദിഖ്, B സരിത തുടങ്ങിയവർ സംസാരിച്ചു. ICDS സൂപ്പർവൈസർ P നളിനി സ്വാഗതവും ശ്രീദേവി നന്ദിയും പറഞ്ഞു. പഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് സെക്രട്ടറി, മറ്റു ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പഞ്ചായത്തിലെ മുഴുവൻ അംഗൻവാടികളിൽ നിന്നും തയ്യാറാക്കിയ പോഷകാഹാര ഭക്ഷ്യങ്ങളുടെ പ്രദർശനവുമുണ്ടായി. മായം കലരാത്ത വിവിധതരം പച്ചക്കറി എത്തിച്ച് പച്ചക്കറി കൊണ്ട് വേറിട്ട പൂക്കളവും ഹാളിൽ ഒരുക്കി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല.
കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഓങ്ങല്ലൂർ യൂണിറ്റിന് പുതിയ ഓഫീസ് സമുച്ചയം ഒരുങ്ങുന്നു. വ്യാപാര ഭവന്റെ ശിലാസ്ഥാപനം KVVS ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ നിർവഹിച്ചു. ഓങ്ങല്ലൂരിന്റെ ഹൃദയഭാഗത്തായാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഓങ്ങല്ലൂർ യൂണിറ്റിന് പുതിയ ഓഫീസ് സമുച്ചയം വരുന്നത്. ദീർഘകാലത്തെ ആവശ്യമാണിത്. SBI ശാഖയ്ക്ക് എതിർവശത്തായി 6 സെന്റ് സ്ഥലത്ത് 2 നിലകളിലായി വ്യാപാര ഭവൻ എന്ന പേരിലാണ് കെട്ടിടമുയരുക. ഓഫീസ് റൂം, മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള സൗകര്യമുണ്ടായിരിക്കും. വ്യാഴാഴ്ച രാവിലെ വ്യാപാര ഭവന്റെ ശിലാസ്ഥാപനം KVVS ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ നിർവഹിച്ചു. സൂചിപ്പിച്ച പോലെ ഒരു സംഘടനയെയും ഒരു പ്രസ്ഥാനത്തെയും കൂട്ടായ്മയും ഒക്കെ സംബന്ധിച്ച് സംഘടനാ പ്രവർത്തനത്തിന്റെ രീതികളെ വെച്ച് നോക്കുമ്പോൾ ആ സംഘടന ഏറ്റെടുക്കുന്ന ഏറ്റവും മികച്ച പ്രവർത്തനം അതിലൊരു ആസ്ഥാന മന്ദിരം ഉണ്ടാക്കുക എന്നതാണ്. ആ അർത്ഥത്തിൽ ഓങ്ങല്ലൂർ യൂണിറ്റിന്റെ ചരിത്രം നിലനിൽക്കുന്നിടത്തോളം കാലം ഓങ്ങല്ലൂർ യൂണിറ്റ് ഏറ്റെടുത്തിട്ടുള്ള ഈ പ്രദേശം ഏറ്റെടുത്ത വ്യാപാരി പ്രസ്ഥാനം ഏറ്റെടുത്തിട്ടുള്ള ഏറ്റവും മികച്ച പ്രവർത്തനമെന്ന് ചരിത്രം അടയാളപ്പെടുത്താൻ പോകുന്ന ഒരു പ്രവർത്തനത്തിനാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത്. ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് സെയ്തു വരമംഗലത്ത് അധ്യക്ഷനായി. ജില്ലാ ജനറൽ സെക്രട്ടറി K. ഹമീദ് മുഖ്യപ്രഭാഷണം നടത്തി. ഓങ്ങല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് TP രജീഷ്, മുൻ DMO ഡോക്ടർ വേണുഗോപാൽ, മുസ്തഫ മുളയങ്കാവ്, മുസ്തഫ വല്ലപ്പുഴ, KP റസാഖ്, സിദ്ദിഖ് പത്രാസ്, M. രവി, ഷാജി കൊപ്പം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂരിലെ സ്വർണ്ണ കവർച്ച. മോഷ്ടാക്കളെത്തിയ കാറുകളുടെ നമ്പറുകൾ വ്യാജം. സ്വർണ്ണ വ്യാപാരിയിൽ നിന്ന് മോഷ്ടാക്കൾ തട്ടിയെടുത്ത സ്വിഫ്റ്റ് കാർ പുത്തൂരിന് സമീപം വർക്ക്ഷോപ്പിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതം. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നടപടി ആരോപിച്ച് പാലക്കാട് FSETO ധർണ. പശുവിന് നൽകുന്ന പരിഗണന പോലും കേന്ദ്ര സർക്കാർ മനുഷ്യന് നൽകുന്നില്ലെന്ന് ഇടത് സർവീസ് സംഘടനാ നേതാക്കൾ. സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് വാട്ടർ അതോറിറ്റി പെൻഷനേഴ്സ് കോൺഗ്രസ്. കേരളത്തിൽ പെൻഷൻ മാത്രമല്ല കുടിവെള്ളം പോലും മുടങ്ങുന്ന സ്ഥിതിയെന്ന് പെൻഷനേഴ്സ് കോൺഗ്രസ് ജില്ലാ സമ്മേളനം. കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ ലിറ്ററേച്ചർ ഫെസ്റ്റിന് പാലക്കാട് വിക്ടോറിയ കോളേജിൽ ദീപ്തമായ തുടക്കം. കലയും സാഹിത്യവും ജീവിതത്തിന്റെയും സംസ്കാരത്തിന്റെയും ഭാഗമെന്ന് പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ. ജീവിതചക്രത്തിൽ ഏറ്റവും അധികം ഓർക്കപ്പെടുന്നത് വിദ്യാഭ്യാസ കാലഘട്ടമെന്നും പെരുവനം. ഷൊർണൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ പുതിയ കെട്ടിട നിർമ്മാണം പൂർത്തിയായി. 4169 ചതുരശ്ര അടി വിസ്തൃതിയുള്ള കെട്ടിടം നിർമ്മിച്ചത് VK ശ്രീകണ്ഠൻ MP ഫണ്ടിൽ നിന്ന് അനുവദിച്ച 1 കോടി രൂപ ചെലവിൽ. ഇലക്ട്രിക്കൽ വർക്കുകൾ കൂടി പൂർത്തിയാക്കി ഉടൻ കെട്ടിടം തുറന്നു നൽകുമെന്ന് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.